നമസ്കാരം. ലോക ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്കാണ്. ഇറാൻ അമേരിക്ക സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ ആക്രമണത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ 5 ഇന്ധന വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. സൗദി തലസ്ഥാനമായ റിയാദിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിനെ ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ മിസൈൽ വർഷം. റൺവേയിൽ പാർക്ക് ചെയ്തിരുന്ന 5 US എയർഫോഴ്സ് വിമാനങ്ങളെയാണ് മിസൈലുകൾ തകർത്തത്. വിമാനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവ പൂർണ്ണമായും നശിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഏറ്റവും പ്രധാനമായി ഈ ആക്രമണത്തിൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ലെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ആക്രമണം ഇത്ര ഗൗരവകരമാകുന്നത്? യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന റീഫ്യൂവലിംഗ് വിമാനങ്ങൾ അമേരിക്കൻ വ്യോമസേനയുടെ നട്ടെല്ല് എന്നാണ് അറിയപ്പെടുന്നത്. ഇവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് മേഖലയിലെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധത്തെയും ആക്രമണ ശേഷിയെയും കാര്യമായി ബാധിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ മാത്രം അമേരിക്കയ്ക്ക് ആകെ 7 ഇന്ധന വിമാനങ്ങൾ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടായ 2 KC-135 വിമാനങ്ങളുടെ കൂട്ടിയിടിയിൽ 6 സൈനികർ കൊല്ലപ്പെട്ടത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ നേരിട്ടുള്ള മിസൈൽ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാൻ അമേരിക്ക സംഘർഷം ഇപ്പോൾ 2ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കത്തിൽ ഇരുപക്ഷത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളിലെ US താവളങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇറാന്റെ തിരിച്ചടികൾ നടക്കുന്നത്. സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണ ശാലകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ഉൾപ്പെടെയുള്ള 35 രാഷ്ട്രങ്ങൾ അപലപിച്ചിട്ടുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുകയും വിമാന ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കാത്തത് നിലവിൽ സംഘർഷം കൂടുതൽ വഷളാകുന്നത് തടഞ്ഞേക്കാം. തങ്ങളുടെ തന്ത്രപ്രധാനമായ വിമാനങ്ങളെ ലക്ഷ്യം വെച്ച ഇറാന്റെ നീക്കത്തിന് അമേരിക്ക എങ്ങനെ മറുപടി നൽകും എന്നത് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.